സത്യമാടാ. ഡെസ്റ്റിനി, ഫേറ്റ്, നീ എന്റേതാണെന്ന് ദൈവം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം നീ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ വിശ്വസിക്കുന്നു. സത്യത്തെ ദൈവം തന്നെ ആയിരിക്കും നമ്മൾ ഒരുമിപ്പിച്ചത്. റിയലി, വിധി ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലേ? What? എന്താടാ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ നീ അതുപോലെ തന്നെ റിട്ടേൺ പറയാണല്ലോ. ഈ ഫേറ്റ്, ഡെസ്റ്റിനി, ഇതൊക്കെ ഞാൻ നിന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട ബിറ്റുകളല്ലേ? You idiot. പിന്നെ നിന്നെ കണ്ടത് മുതൽ കോഴ്സിന് പോലും പോവാതെ നീ എവിടെയൊക്കെ പോകുന്നു, എവിടെ നിൽക്കുന്നു, ഏത് സ്റ്റില്ലെടുക്കുന്നു, എന്ത് കഴിക്കുന്നു നോക്കി ഒരു പട്ടിയെ പോലെ പുറകെ നടക്കായിരുന്നു ഞാൻ. എന്നിട്ട് ഈസി ആയിട്ട് ഈശ്വരന് ക്രെഡിറ്റ് കൊടുക്കാണല്ലോ. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്തത് ആക്സിഡന്റ് ആയിട്ടല്ലേ? ആക്സിഡന്റ് പോലെ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തതായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയാണോ എല്ലാ ആണുങ്ങളും വളയ്ക്കുന്നത് നിന്നെ? പിന്നെ സിൻസിയർ ആയിട്ടൊരു പയ്യൻ വന്ന് ലവ് ലെറ്റർ തന്നാ ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുമോ നിങ്ങൾക്ക്? പട്ടിയെ പോലെ പിന്നാലെ നടത്താറില്ലേ? ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ ചെയ്താൽ മാത്രമേ നമ്മളേക്ക് ശ്രദ്ധിക്കാറുള്ളൂ. നിന്റെ ഹെലികോപ്റ്റർ റൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷേ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്തിന്? പിന്നല്ലത്, ഹിൽസിന്റെ മുകളിലൂടെ പോകുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ക്രാഷ് ആയി പോയാലോ? പിന്നെ എന്തായനെ? എന്തുണ്ടാവാനാ, രണ്ടുപേരും ചേർന്നിപ്പോ മുകളിലെത്തിയാനെ. എന്താടാ ഇത്? എത്ര ഈസി ആയിട്ടാ ഇത് പറയുന്നത്? ഹേയ്, ജീവിക്കുമ്പോ ഒരുമിച്ച് ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ മരിക്കുമ്പോ രണ്ടുപേരും ഒരുമിച്ച് മരിക്കണമെങ്കിലേ അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. അതെല്ലാ ലബിലും കിട്ടില്ല മോളെ. എന്താ ജാസ്, എപ്പോഴും ഈ കവചകുണ്ടലം പോലെ ഹെഡ്ഫോൺ തലയിലിട്ടുണ്ട് നടക്കാറുണ്ടല്ലോ, കുറച്ച് നാളായിട്ട് കാണുന്നില്ല. അത് പിന്നെ ഇപ്പൊ മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടം നിന്നോടായതുകൊണ്ടാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, സീരിയസ്ലി. മ്യൂസിക് അല്ലെങ്കിൽ പോലും ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ നിന്നെ കാണാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റും തോന്നില്ല. Why did you do this to me, idiot? Really? എന്താടാ നോക്കുന്നത്? നീ ആയിരിക്കുന്ന സ്ഥലം ശരിക്കും സ്വർഗം പോലെ ജാസ്. യു ആർ റിയലി ലിവിംഗ് ഇൻ ഹെവൻ. നിന്നെ മീറ്റ് ചെയ്തതിനു ശേഷം ഞാനും ഹെവനിൽ തന്നെ. എന്താ വിജയ്, തന്റെ കോഴ്സ് കഴിഞ്ഞില്ലടോ? കോഴ്സ് കഴിഞ്ഞു, അതുപോലെ എന്റെ ലൈഫിന്റെ കാര്യം സെറ്റായി. അത് കൊള്ളാമല്ലോ. അല്ല, ഇന്ത്യയിലേക്ക് എപ്പോഴാ? Tomorrow evening we both are going to India. Oh, you both are leaving? Yep. ചേച്ചി വരുമ്പോ സിംഗിൾ ആയിരുന്നല്ലോ, തിരിച്ചു പോകുമ്പോ ഡബിൾ ആയിട്ടാ പോകുന്നല്ലേ? ചേട്ടാ ഞങ്ങളെ മറന്നു കളയല്ലേ? നാട്ടിലെത്തിയ ഉടനെ നിനക്കൊരു സാധനം ഞാൻ അയക്കുന്നുണ്ട്. സത്യമാണോ? എന്റെ ഇപ്പോഴത്തെ വിശപ്പ് വെച്ചിട്ട് മെനു കാർഡ് തന്നെ തിന്നുന്ന അവസ്ഥയാ. What are you saying, stupid? കണ്ടിട്ട് this one would be better, right? ഹേയ് ശാലുക്കുട്ടി, നിന്റെ മാമനാടാ. എന്തൊക്കെയുണ്ട്? വെരി വെൽ, സൂപ്പർ ആയിട്ട് തോന്നുന്നു. വിജയ്, ഇവള് വലിയ ഒച്ചായല്ലോ. ഹായ്. ഹലോ ചേച്ചി, സുഖാണോടാ? അടിപൊളിയായിട്ട് തോന്നി ചേച്ചി. എന്താടാ, ഫോറിനിലൊക്കെ പോയിട്ട് വന്നപ്പോ വെളുത്തല്ലോ നീ. എന്താന്ന് കളിയാക്കിയതായിരിക്കുമല്ലേ? അതെ, നിങ്ങളെക്കാളും എന്റെ അനിയൻ സുന്ദരനാ. അനിയനെ വിട്ടൊരു കളിയില്ലല്ലോ നിനക്ക്. ഓക്കേ, കം ലെറ്റ്സ് ഹാവ് ഫുഡ്. ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. പറഞ്ഞ വിശ്വസിക്കില്ല. എന്നാ പറയണ്ട.
ആദ്യം പറയുന്നതൊന്ന് കേക്ക്. എന്നാ പറ. ചേച്ചി ഈ പെങ്കൊച്ചാനുണ്ട്. ആള് ക്യൂട്ടാണല്ലോ. എങ്ങനെയുണ്ട്? ആള് ക്യൂട്ടാണല്ലോ. ഇവളെ പ്രേമിച്ചാ എങ്ങനെ ഉണ്ടാവും? കൊഴപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രേമിച്ചു. എന്താണ് ഇത്? നിന്റെ ലവ് സ്റ്റോറി നീ ആഡ് ഫിലിം പോലെ 10 സെക്കൻഡ് കൊണ്ട് തീർത്ത് കളഞ്ഞല്ലോ. ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യും. ചേച്ചി ഞാൻ ഹോങ്കോങ്ങിലേക്ക് പോയിരുന്നില്ലേ, അവിടെ വെച്ച ഇവിടെ മീറ്റ് ചെയ്ത് നേരെ കയറി പ്രേമിച്ചു. നാട് ഇവിടെ തൃശ്ശൂരാണെന്നാ പറഞ്ഞ. ഈ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ കൊണ്ടു നിർത്തും ഞാൻ. എന്താ സാറേ? ആഹാ, ജഗൻ ഇവിടെ പിള്ളേരെ പോലെ ക്രിക്കറ്റും കളിച്ചോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കളി ഇതാ. അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചത്. വേറെ പണിയൊന്നും ഇല്ലല്ലോന്നേ, ടൈം പാസ് അല്ലേ. പണി തരാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞോ, എന്താ കാര്യം? In the name of the Father, and of the Son, and of the Holy Spirit, let us pray. O Lord God Almighty, I pray to you by the precious blood which your divine Son, Jesus, shed in the garden, deliver the souls. പ്രധാന വാർത്തകളിലേക്ക്. ഇന്ന് രാവിലെ രാഷ്ട്രീയ നേതാവ് സെബാസ്റ്റ്യൻ അരീപ്പറമ്പിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓർമ്മ ദിവസം നടക്കുന്ന ചടങ്ങുകൾക്കിടെയാണ് രാഷ്ട്രീയ ശത്രുക്കളുടെ വെടിയേറ്റാണ് മരണമെന്നാണ് നിഗമനം. ജാസ്മിൻ എന്നൊരു സാധാരണ പെൺകുട്ടി തന്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങളാണ് കൊലപാതകികളെ കണ്ടെത്താനുള്ള പ്രധാന തെളിവായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ. അങ്ങോട്ട് കേറാ. എടോ, എന്തിനാ തള്ളുന്നേ? എനിക്കറിയാത്ത സ്ഥലമൊന്നുമല്ലോ. കേറി വാടാ. നിന്നോട് ഇവിടെ കിടക്കട്ടെ, ലോക്ക് ചെയ്തേക്ക്. ഇവൻ കുറച്ച് ഓവറാണ്. അല്ല മച്ചാനെ, നമ്മുടെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. ഫോട്ടോ എടുത്തിട്ട് ഒരു കോപ്പും ചെയ്യാൻ പോകുന്നതാണോ? പക്ഷെ ആ ഫോട്ടോ എടുത്ത ആളില്ലേ, അവള് നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? നമ്മള് കളിക്കാത്ത കളിയാണോ? ജെസ്സി, അതാരാന്ന് പോയി നോക്ക്. ഇവിടെ വന്നത് മുതല് നിന്നെ കാണാതിരുന്നിട്ട് എന്തുമാത്രം വിഷമിച്ചെന്നറിയാം. ജാസ്മിൻ